കണ്ണുകൾ ഇറുക്കി അടച്ചു പോയിരുന്നു നിദ്ര. അവൾക്കൊന്നും കാണാനുള്ള ശക്തിയില്ലായിരുന്നു. എന്തിനാണ് ദൈവമേ ഇതെല്ലാം അനുഭവിക്കാൻ വേണ്ടി മാത്രം എന്നെ ഇങ്ങനെ ജീവനോടെ വെച്ചിരിക്കുന്നത് എന്ന് പോലും അവൾ ഒരു വേള പ്രാർത്ഥിച്ചു പോയി. തനിക്ക് മുന്നിൽ കണ്ണുകൾ ഇറുക്കി അടച്ചു നിൽക്കുന്ന നിദ്രയെ കാണും തോറും രുദ്രൻ്റെയും ദേഷ്യം ആളിക്കത്തുകയായിരുന്നു. അവൻ അവളുടെ താടിയിൽ കുത്തിപ്പിടിച്ച് വേദനിപ്പിച്ചപ്പോൾ നിദ്ര കണ്ണുകൾ ഒരു പിടച്ചിലോടെ തുറന്നുപോയി. നീ ഇതല്ല, ഇതിൻ്റെ അപ്പുറം ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. നീ എന്താ കരുതിയത്? എൻ്റെ അമ്മയെ കയ്യിലെടുത്ത് കെട്ടിലമ്മ ചമയാമെന്നോ? അതും എൻ്റെ വീട്ടിൽ. നീ ഇങ്ങോട്ടാണ് വരാൻ പോകുന്നത്, ഇവിടെ ഞങ്ങൾക്കിടയിൽ. ഓർത്തോ നീ? രുദ്രൻ അങ്ങേയറ്റം വെറുപ്പോടെ പറഞ്ഞപ്പോൾ നിദ്ര ഞെട്ടിയിരുന്നു. സ്വന്തം അവസ്ഥയുടെ ഏകദേശ ധാരണ അവൾക്ക് അതോടെ ബോധ്യമായി. പേരിനൊരു ഭാര്യ, അതുമാത്രമായിരിക്കും താന്. ആരൊക്കെയോ ബോധ്യപ്പെടുത്തി ജീവിക്കാനൊരു ജീവിതം. അവൾക്ക് സീതാദേവിയിലെ പോലെ ഭൂമിയിലേക്ക് താഴ്ന്നിറങ്ങാൻ മനം കൊതിച്ചു. കരഞ്ഞു ചുണ്ടുകളും കവിളുകളും ചുവന്നു തുടുത്ത് സുന്ദരിയായി തനിക്ക് മുന്നിൽ നിൽക്കുന്ന നിദ്രയെ അസൂയ കലർന്ന പുച്ഛത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു സാറാപ്പോ. ഒരു പഴന്തുണിക്കെട്ടിൽ പൊതിഞ്ഞിരിക്കുന്ന കോഹിനൂർ എന്നായിരുന്നു അവളെ കാണുക സാറ ഓർത്തത്. കോഹിനൂർ കരിയൻ പൊതിഞ്ഞാലും അതിൻ്റെ സവിശേഷത എടുത്തു നിൽക്കുമെന്ന് അസൂയയോടെ അവൾ ചിന്തിച്ചു. ഇത് പറയാൻ വേണ്ടിയാണ് നിന്നെ വിളിപ്പിച്ചത്. ഇനി എൻ്റെ കൺവെട്ടത്തു നിന്ന് പൊയ്ക്കോ വേഗം. ഇല്ലെങ്കിൽ എൻ്റെ ദേഷ്യം നിയന്ത്രിക്കാൻ വയ്യാതെ ഞാൻ ചിലപ്പോൾ കൊന്നെന്നിരിക്കും നിന്നെ. അവളെ തള്ളിയെറിഞ്ഞുകൊണ്ട് രുദ്രൻ അലറി. പൊട്ടിക്കരച്ചിലോടെ നിദ്ര അതോടെ പുറത്തേക്ക് ഓടുകയായിരുന്നു. അവളുടെ കയ്യിൽ നിന്നും സർപ്പഗന്ധി താഴെ വീണ് ഇതളുകൾ ഉടഞ്ഞുപോയി. നിദ്ര പോയതോടെ സാറ രുദ്രൻ്റെ നേരെ തിരിഞ്ഞു. ഇവളാളൊരു സുന്ദരിയാണല്ലോ. ഇനി നീ എങ്ങാനും എന്നെ മറന്ന് അവളുടെ വലയിൽ വീഴുമോ കല്യാണം കഴിഞ്ഞാ? എനിക്കിപ്പോൾ അതാ പേടി. സാർ അവൻ്റെ നെഞ്ചിൽ വിരലാൽ ചിത്രപ്പണികൾ ചെയ്തുകൊണ്ട് കൊഞ്ചി. രുദ്രൻ്റെ കണ്ണുകളിലെ തീ അപ്പോഴും അണഞ്ഞിട്ടില്ലായിരുന്നു. കൂടുതൽ ശക്തിയായി അവൻ സാറയെ ചേർത്ത് പിടിച്ച് കൂടെ നിർത്തി. അവളെയോ? നിനക്കിത് ചോദിക്കാൻ എങ്ങനെ തോന്നി? അവളെ ഞാൻ ഈ ജന്മം അംഗീകരിക്കുമെന്ന് നീ കരുതണ്ട. അത്രയ്ക്ക് വെറുപ്പാണ്, അറപ്പാണ് എനിക്കവളെ. എൻ്റെ ജീവിതം നശിപ്പിച്ച രാക്ഷസിയാണവൾ. മുഷ്ടി ചുരുട്ടിക്കൊണ്ട് അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. അതോടെ സാറ ഒന്നുകൂടെ അവൻ്റെ ദേഹത്തേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അവളുടെ മുഖം അവൻ്റെ നെഞ്ചിലുരസി. ഇതേ സമയം നിദ്ര ഗേറ്റ് കടന്ന് മുഖമർത്തി തുടച്ചുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങി നടക്കുകയായിരുന്നു. എന്തിനാണ് ചെറിയമ്മ തന്നോട് ഇത്തരത്തിൽ ഒരു ചതി ചെയ്തത് എന്ന് അവൾക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ലായിരുന്നു. എന്തു തന്നെയായാലും ഇതിനെപ്പറ്റി താൻ അവരുടെ അടുത്ത് ചോദിക്കുക തന്നെ ചെയ്യും. അത് മനസ്സിൽ ഉറപ്പിച്ചിട്ടായിരുന്നു നിദ്ര അന്ന് വീട്ടിലേക്ക് തിരിച്ചത്. വീടണയുമ്പോൾ ഉച്ച കഴിഞ്ഞിരുന്നു. നിദ്ര പ്രതീക്ഷിക്കാത്ത ഒരു അതിഥിയും വീട്ടിലുണ്ടായിരുന്നു, ദേവയാനി. അതോടെ അവളുടെ സകല ധൈര്യവും ചോർന്നലിച്ചു പോകുന്നത് പോലെയായി. ഓ വന്നല്ലോ. ഇന്ന് ഏതവൻ്റെ കൂടെ ആയിരുന്നടി നീ ഹോട്ടലിൽ? കുടുംബത്തിന് മുഴുവൻ പേരുദോഷമുണ്ടാക്കി വെക്കാൻ മാത്രം ഒരു സന്തതി. നിനക്കെൻ്റെ ശരണ്യമോളെ കണ്ടു പഠിച്ചൂടെ? എത്ര സംസ്കാരത്തോടെയാണ് ആ കുഞ്ഞി വീട്ടിൽ വളരുന്നത്. വന്നു കയറിയ പാടെ ദേവയാനി ഉറഞ്ഞു തുള്ളുകയായിരുന്നു നിദ്രയ്ക്ക് നേരെ. അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. നിന്നോടാണ് നീ ചോദിച്ചത് എവിടെ പോയി കിടക്കുകയായിരുന്നു എന്ന്. അവർ അലറിയപ്പോൾ നിദ്ര ഞെട്ടിപ്പോയി. ഞാൻ സാറിനെ കാണാൻ പോയതാ, അവിടുത്തെ അമ്മ പറഞ്ഞിട്ട്. അമ്മൂമ്മ എപ്പോഴാണ് വന്നത്? ഞാൻ വന്നിട്ട് കുറേ നേരമായി. നിന്റെ കല്യാണമൊക്കെ ആയല്ലോ വരുന്നത്. എന്നാലും എൻ്റെ കൊച്ചേ, കല്യാണം വരികയെങ്കിലും നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ലേ? കൂടെ കൂടെ ആ ചെക്കൻ്റെ കൂടെ ഇങ്ങനെ കണ്ടെടുത്ത് നിരങ്ങി നടക്കണോ? അവർ അവജ്ഞയോടെ അവളെ നോക്കി ചോദിച്ചു. നിദ്ര രുദ്രനെ കാണാൻ പോയതിൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയാമായിരുന്നിട്ട് പോലും സത്യഭാമ ഒന്നും മിണ്ടാതെ ആ രംഗങ്ങളെല്ലാം വീക്ഷിച്ച് നിൽക്കുകയായിരുന്നു. അത് കണ്ടപ്പോൾ നിദ്രയ്ക്ക് അവരോട് വല്ലാത്ത ദേഷ്യം തോന്നി. ചെറിയമ്മ രുദ്രൻ സാറിനെ കാണാൻ പോയിരുന്നു അല്ലേ? നിദ്ര വെട്ടി തുറന്ന് ചോദിച്ചപ്പോൾ സത്യഭാമ പരുങ്ങുന്നത് അവൾക്ക് നന്നായി കാണാമായിരുന്നു. ഞാനോ? ഞാനെന്തിനാണ് നിന്റെ കണവനെ കാണാൻ പോകുന്നത്? എനിക്കതിൻ്റെ എന്ത് കാര്യമുണ്ട്? അവർ തപ്പിത്തടഞ്ഞു പറയുന്നത് കള്ളമാണെന്ന് 100% നിദ്രക്ക് അറിയാമായിരുന്നു. രുദ്രൻ സാർ എല്ലാം പറഞ്ഞു. നിങ്ങൾ അവിടെ പോയതും എന്നെപ്പറ്റി അനാവശ്യമായി ഓരോന്ന് പറഞ്ഞു കൊടുത്തതും എല്ലാം. അതുമാത്രമല്ല, ഈ വിവാഹത്തിൻ്റെ പേരിൽ നിങ്ങൾ അവരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയതടക്കം എല്ലാം ഞാൻ അറിഞ്ഞു. നിദ്ര അത്രയും പറഞ്ഞിട്ടും ഒരു നിസ്സംഗഭാവമായിരുന്നു സത്യഭാമയുടെ മുഖത്ത്. ആണെങ്കിൽ തന്നെ നിനക്കെന്ത് ചെയ്യാൻ കഴിയുമെന്നൊരു അഹങ്കാരം. അതേടി, ആണെങ്കിൽ തന്നെ എന്താ? ഈ കല്യാണം നടത്തൽ, പിന്നെ ഈ വീട് പറമ്പ് വിൽക്കണമെന്നാണ് നീ പറയുന്നത്? നിന്റെ കല്യാണത്തിന് അവർ പൈസ തന്നു, അത്ര തന്നെ. ചെറിയമ്മ ചെയ്യുന്നതൊക്കെ ശരിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കാലം കണക്ക് ചോദിക്കുന്നൊരു ദിവസം വരും, നോക്കിക്കോ.
ഒരു ഉപദ്രവം ചെയ്യാത്ത എന്നെ നിങ്ങൾ ഇങ്ങനെ ദ്രോഹിക്കുന്നത് നല്ലതിനല്ല. എൻ്റെ കണ്ണുനീരിൻ്റെ കണക്കെല്ലാം ഒരിക്കൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും, ഓർത്തോ. നിദ്ര കണ്ണുകളിൽ നിന്നും ഒലിച്ചിറങ്ങിയ നീർ തുടയ്ക്കാൻ മെനക്കെടാതെ അവരെ നോക്കി പറഞ്ഞു. അവൾക്ക് നേരെ കുതിച്ചു പാഞ്ഞു വരികയായിരുന്നു സത്യഭാമയപ്പോൾ. എന്തു പറഞ്ഞടി മൂദേവി, മാറി നിൽക്ക അങ്ങോട്ട്. അവരെ ഒരു കൈകൊണ്ട് തള്ളി മാറ്റി നിദ്ര അകത്തേക്ക് പാഞ്ഞു കയറി. ഭദ്രകാളി ബാധിച്ചതുപോലെയുള്ള നിദ്രയുടെ പെരുമാറ്റം ആദ്യമായി കാണുകയായിരുന്നു സത്യഭാമയും ദേവയാനിയും. അവർ അവളുടെ പോക്ക് നോക്കി അന്തിച്ചു നിന്നുപോയി. രാവിലെ തന്നെ നിദ്ര മുറ്റമടിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. തലേന്ന് നടന്ന കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ട് തന്നെയാണ് അവൾ ഓരോന്നും ചെയ്തിരുന്നത്. പല ജോലികൾ ചെയ്യുമ്പോഴും പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവളെ കൊണ്ടാകുമായിരുന്നില്ല. മുറ്റമടിച്ച് പകുതി എത്തിയപ്പോഴേക്കും ഒരു കൊറിയർ സർവീസുകാരൻ മുറ്റത്തേക്ക് ബൈക്ക് പായിച്ചു കയറ്റി. അയാൾ കയ്യിലിരുന്ന എന്തോ ഒരു കടലാസ് എടുത്ത് വായിച്ചുകൊണ്ട് ഉറക്കെ വിളിച്ചു ചോദിച്ചു, നിദ്ര? പെട്ടെന്ന് ചൂലും താഴെയിട്ട് നിദ്ര അങ്ങോട്ടേക്ക് വേഗത്തിൽ നടന്നു ചെന്നു. ഇതാരാണ് തനിക്ക് കൊറിയർ അയക്കാനോ മാത്രം? കുട്ടിക്കൊരു കൊറിയർ ഉണ്ടല്ലോ, ഇവിടെ ഒന്ന് സൈൻ ചെയ്യാമോ? പേപ്പർ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് അയാൾ ചോദിച്ചു. എനിക്ക് തന്നെയാണോ? കുട്ടിയുടെ പേരല്ലേ നിദ്ര? അതെ. അങ്ങനെയാണെങ്കിൽ തനിക്ക് തന്നെയാണ്. വേഗം ഇതിലൊന്ന് സൈൻ ചെയ്തു തരൂ. അയാൾ തിരക്ക് പിടിക്കുന്നത് കണ്ട് തിടുക്കത്തിൽ നിദ്ര പേപ്പറിൽ സൈൻ ചെയ്തു കൊടുത്തു. അത്യാവശ്യം വലിയൊരു പൊതിയായിരുന്നു അത്. അവൾ അതുകൊണ്ട് പടിക്കെട്ടിൽ ചെന്നിരുന്നു. ആ സമയത്തായിരുന്നു ശരണ്യ മൂരി നിവർത്തിക്കൊണ്ട് കോട്ടും വായിട്ട് അങ്ങോട്ട് വന്നത്. അവൾ എഴുന്നേറ്റ് വരുന്ന വഴിയായിരുന്നു. ഓ, കൺമുന്നിൽ തന്നെ ചൂലുമിട്ട് തമ്പുരാട്ടി പഠിക്കലിരിക്കുകയാണോ? നല്ല കണി ഇന്നത്തെ. എൻ്റെ ദിവസം പോയി. നിനക്ക് അങ്ങോട്ടെങ്ങാനും മാറിയിട്ട് കൂടായിരുന്നു പെണ്ണേ. ശരണ്യ ദേഷ്യഭാവത്തിൽ അവളുടെ അടുത്തേക്ക് ചെന്ന് തലയിൽ ഒരു കിഴുക്ക് കൊടുത്തു. നിദ്ര വേദനയോടുകൂടി തലയൊന്ന് തടവി. അപ്പോഴാണ് ശരണ്യ അവളുടെ കയ്യിലിരിക്കുന്ന പാക്കറ്റ് കാണുന്നത്. ഇതെന്താടി? അറിയില്ല, രാവിലെ തന്നെ എനിക്കൊരു കൊറിയർ വന്നതാ. നിനക്കോ? നിനക്ക് പാരാ കൊറിയർ അയക്കാൻ മാത്രം? തെറ്റി വന്നതെങ്ങാനുമാകും. ഇങ്ങ് തന്നേ, ഞാനൊന്ന് നോക്കട്ടെ. ശരണ്യ പൊതി തട്ടിപ്പറിച്ച് അവളിൽ നിന്നും വാങ്ങിക്കൊണ്ട് അരമതിലിൽ ചെന്നിരുന്നു. അപ്പോഴേക്കും അങ്ങോട്ട് സത്യഭാമയും എത്തിയിരുന്നു. ഇതെന്താ മോളെ, ഒരു വലിയ പൊതി? ആർത്തി നിറഞ്ഞ കണ്ണുകളോടെ സത്യഭാമ തിരക്കി. എന്തെന്നറിയില്ല അമ്മേ, നോക്കട്ടെ. ശരണ്യ പൊതി പൊട്ടിച്ചു തുടങ്ങിയിരുന്നു. കണ്ണുകളെടുക്കാതെ കൂടെ തന്നെ സത്യഭാമയും അത് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അത് തനിക്ക് വന്നതല്ലേ എന്നൊരു നിസ്സഹായതയോടു കൂടി അടുത്തു തന്നെയായിരുന്നു നിദ്രയിൽ നിന്നത്. പാക്കറ്റ് പൊട്ടിക്കും തോറും അതിൽ നിന്നെടുക്കുന്ന വസ്തുക്കൾ കണ്ട് ശരണ്യയുടെയും സത്യഭാമയുടെയും കണ്ണുകൾ ഉരുണ്ടിപ്പോൾ പുറത്തേക്ക് ചാടുമെന്ന അവസ്ഥയിലായിരുന്നു. 2-3 വില കൂടിയ ഇനം ചുരിദാറുകളും 1-2 സാരികളും ധാവണികളും മറ്റുമായിരുന്നു അതിൽ. അവയുടെയെല്ലാം മാറ്റും നിറപ്പകിട്ടുമെല്ലാം നിദ്രയുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നിരുന്നു. ഇത്രയും വിലമതിക്കുന്ന സമ്മാനം തനിക്ക് തരാൻ ഈ ലോകത്തിൽ ആരാണുള്ളത് എന്നൊരു ചിന്തയായിരുന്നു നിദ്രയുടെ മനസ്സിൽ മതിച്ചത്. എന്തുകൊണ്ടോ അവൾക്ക് ആദ്യം ഓർമ്മ വന്നത് രുദ്രനെയായിരുന്നു. ദയനീയമായി ചിരി അവളുടെ മുഖത്ത് പ്രതിഫലിച്ചു. തന്നെ പച്ചയ്ക്ക് നിർത്തി കത്തിക്കാൻ മാത്രം പകയുള്ളൊരു മനുഷ്യനാണ് രുദ്രൻ. അയാൾ ഒരു തീപ്പെട്ടിക്കൊള്ളു പോലും വാങ്ങിത്തരുമെന്നൊരു പ്രതീക്ഷ വേണ്ട. പിന്നെ അവൾക്ക് ഓർമ്മ വന്ന മുഖം ഗായത്രി ദേവിയുടെ ആയിരുന്നു. അവരെ ഓർത്ത മാത്രയിൽ തന്നെ അരമതിൽ വെച്ചിരുന്ന അവളുടെ പഴയ ഫോൺ ബെല്ലടിച്ചു. ധൃതിയിൽ നിദ്ര ഫോൺ ചെന്നെടുക്കുമ്പോൾ അത് അവർ തന്നെയായിരുന്നു. നിദ്ര വേഗം തന്നെ ഫോൺ സ്പീക്കറിലിട്ടു. തൊട്ടടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫോൺ സ്പീക്കറിലിട്ട് സംസാരിക്കണമെന്നത് സത്യഭാമയുടെ നിർബന്ധമാണ്. ഹലോ അമ്മേ. ഹലോ നിദ്ര മോളെ, ഞാനൊരു കൊറിയർ അങ്ങോട്ട് അയച്ചിരുന്നു. അത് നിനക്ക് കിട്ടിയോ? അത് കേട്ട് പെട്ടെന്ന് നിദ്ര സ്തംഭിച്ചു നിന്നുപോയി. തൻ്റെ തോന്നൽ പോലെ അവർ തന്നെയായിരുന്നു അത് അയച്ചത്. ശരണ്യയുടെയും സത്യഭാമയുടെയും കണ്ണുകൾ മിഴിഞ്ഞു വന്നു. അതിപ്പോൾ തന്നെ വന്നു. അമ്മയായിരുന്നു അല്ലേ അതയച്ചത്? നല്ല കാര്യം, ഞാനാണ് അതയച്ചത്. നീ 2 മണിക്കൂറിനുള്ളിൽ തയ്യാറായിരിക്കണം, കേട്ടല്ലോ. അതിൽ നിനക്കിഷ്ടമുള്ള ഏത് വസ്ത്രവും ധരിക്കാം. പിന്നൊരു കാര്യം, തൊട്ടടുത്ത് ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അവർ കേൾക്കാൻ വേണ്ടിയാണ്. ഞാൻ കൊടുത്തയച്ച വസ്ത്രത്തിൽ നിന്നും ഒരെണ്ണമെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അറിയാലോ. പിന്നെ ഞാനായിട്ടൊന്നും പറയുന്നില്ല. ഗായത്രി ദേവിയുടെ ശബ്ദമുയർന്നു വന്ന് കേട്ടതോടെ ശരണ്യയുടെ കയ്യിലിടുന്ന വസ്ത്രങ്ങൾ തനിയെ താഴെ വീണു പോയിരുന്നു. നിദ്രമോളെ, വേഗം തയ്യാറായിരിക്കണം കേട്ടോ. വെഡ്ഡിംഗ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ് നമ്മ. ഉച്ചയോടു കൂടി ഞങ്ങൾ അങ്ങോട്ടേക്ക് എത്താം. നിന്നെയും കൂട്ടിയാണ് പോകുന്നത്. എങ്കിൽ ശരി, കാണാം. അത്രയും പറഞ്ഞ ശേഷം അവർ ഫോൺ വെച്ച് നിദ്രയ്ക്ക് ചെറുതല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. അത്രയും വസ്ത്രങ്ങൾ ഒരുമിച്ച് കിട്ടിയതിൻ്റെ സന്തോഷമൊന്നും ആയിരുന്നില്ല. എവിടെയെങ്കിലുമൊക്കെ തനിക്കും ഒരു ചെറിയ ജയം അതവൾ ആഗ്രഹിച്ചിരുന്നു.
ബാക്കിയുള്ള മുറ്റം ശരണ്യ ഒന്ന് തൂത്തിട്ടേക്ക്, ഞാൻ ഇനിയും നിന്ന ലേറ്റാകും. നിദ്ര ഒന്ന് നീട്ടി പുഞ്ചിരിച്ചുകൊണ്ട് വസ്ത്രങ്ങളെല്ലാം കയ്യിൽ ഒതുക്കി പിടിച്ച് അകത്തേക്ക് പോയി. ശരണ്യയുടെ കണ്ണുകളിൽ നിന്നും തീപ്പാറുന്നുണ്ടായിരുന്നു. കണ്ടില്ലേ അമ്മേ, അവളുടെ ഒരു അഹങ്കാരം. അമ്മയാണ് ഒക്കതിന് കാരണം. ഞാൻ അന്നേ പറഞ്ഞതാ ഇവളെ അയാൾക്ക് കൊടുക്കേണ്ടെന്ന്. അമ്മയെ കല്യാണം മുടക്കുമെന്നൊക്കെ പറയുന്നതല്ലാതെ ഒന്നും നടക്കുന്നില്ല അമ്മയെ കൊണ്ട്. ശരണ്യ സത്യഭാമയെ കുറ്റപ്പെടുത്തി സംസാരിച്ചു. നീ ഈ അമ്മയെ എങ്ങനെയാണ് കരുതിയിരിക്കുന്നതല്ലേ? ഈ വിവാഹം നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല. മാത്രമല്ല അവനെ കൊണ്ട് നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിക്കുകയും ചെയ്യും. മോള് നോക്കിക്കോ. സത്യഭാമ ഉറപ്പോടെ പറയുന്നത് കേട്ട് ശരണ്യയുടെ കണ്ണുകൾ തിളങ്ങി. വേഗം തന്നെ തയ്യാറാകുകയായിരുന്നു നിദ്രയുടെ അടുത്ത പടി. ഒരു ധാവണിയായിരുന്നു അവൾ ധരിക്കാൻ വേണ്ടി അതിൽ നിന്നും തിരഞ്ഞെടുത്തത്. കരിമ്പച്ച ബ്ലൗസും പാവാടയും അതിനോട് ചേർന്ന് മഞ്ഞ ധാവണിയും. അവൾ അതിലൊരു ദേവതയെ പോലെ തിളങ്ങി. അതിട്ട് നിൽക്കുന്ന നിദ്രയെ കണ്ടതും ശരണ്യ അസൂയ കൊണ്ട് പുളയുകയായിരുന്നു. പറഞ്ഞ സമയത്ത് തന്നെ ഗായത്രി ദേവി കാറുമായി എത്തിയിരുന്നു. അവർ വണ്ടിയിൽ നിന്നും ഇറങ്ങാതെ ഹോണടിച്ചു. അവർക്ക് സത്യഭാമയെ കാണാൻ താല്പര്യമില്ലായിരുന്നു. നിദ്ര അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുകയായിരുന്നു. കാറിൽ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ആളെ കണ്ടതും അവളുടെ ഹൃദയം പടപടാൻ മിടിക്കാൻ തുടങ്ങി. രുദ്രദേവ് മഹേശ്വർ. അയാൾ അവളെ ഒന്ന് നോക്കുന്നത് പോലുമില്ലായിരുന്നു. പക്ഷെ നിദ്രയെ കണ്ടതും ഗായത്രി ദേവിയുടെ മുഖം തിളങ്ങി. എന്തൊരു സുന്ദരിയായിരിക്കുന്നു എൻ്റെ കുട്ടി. അവർ നിദ്രയെ നോക്കി കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു. നിദ്ര കാറിൽ കയറാൻ മടിച്ചുകൊണ്ട് പുറത്തു തന്നെ നിൽക്കുകയായിരുന്നു. കോ ഡ്രൈവ് സീറ്റിലായിരുന്നു അവൾക്കായി ഒഴിഞ്ഞു കിടന്നിരുന്നത്. അത് നിദ്രയ്ക്കിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഗായത്രി ദേവി ഒഴിച്ചിട്ടത് തന്നെയായിരുന്നു. കാറിൽ കയറുമോളെ. അമ്മേ, ഞാൻ അമ്മയുടെ കൂടെ പിന്നിൽ. അതൊന്നും വേണ്ട, നിങ്ങളാണ് ഒരുമിച്ചിരിക്കുന്നത്. നീ മര്യാദയ്ക്ക് ഫ്രണ്ടിൽ സീറ്റിൽ കയറിക്കേ. ഗായത്രി ദേവി പറഞ്ഞപ്പോൾ ഒരു നിവൃത്തിയുമില്ലാതെ നിദ്ര കോ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു. രുദ്രന്റെ മുഖം ദേഷ്യം കൊണ്ട് വെട്ടിത്തിളങ്ങുന്നത് ലാവ പോലെ ചുവന്നിരുന്നു. അയാളുടെ ഇരു കൈകളും സ്റ്റിയറിങ്ങിൽ മുറുങ്ങുന്നത് ഭയത്തോടെ നിദ്ര കണ്ടു. എങ്ങുമില്ലാത്ത അത്രയും സ്പീഡിലായിരുന്നു രുദ്രൻ കാറെടുത്തത്. നിദ്ര ഇതുവരെയും കാണാത്തത്രയും വലിയൊരു വസ്ത്രവ്യാപാര മേഖലയിലായിരുന്നു അവർ എത്തിച്ചേർന്നത്. ഗായത്രി ദേവി അവളുടെ കയ്യം പിടിച്ച് മുന്നോട്ട് നടന്നപ്പോൾ രുദ്രൻ അവർക്ക് പിന്നാലെ വരുന്നുണ്ടായിരുന്നു. അവൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം അമ്മ നിർബന്ധിച്ചു കൊണ്ടുവന്നിട്ടുള്ളതാണെന്ന്. അവർ നേരെ പോയത് സാരി എടുക്കാൻ വേണ്ടിയായിരുന്നു. നിദ്രയ്ക്ക് അത്തരമൊരു ഷോപ്പിൽ ആദ്യമായതുകൊണ്ടുള്ള എല്ലാ ജാള്യതയും അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല അവളെ തളർത്തിയത്, അവളെ നോക്കുമ്പോഴെല്ലാം പുച്ഛം തുളുമ്പുന്ന രുദ്രൻ്റെ നോട്ടം അവളെ വല്ലായ്മയിലേക്ക് തള്ളിക്കൊണ്ടിരുന്നു.